ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡാമിലാണ്. പീച്ചി ഡാം എന്ന് പറയും. ഈ പീച്ചി ഡാമിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് ഞാൻ ഇപ്പോൾ പോയപ്പോൾ വെള്ളമൊന്നും അധികം ഇല്ല. എന്നാലും ഞാൻ അവിടെ പോകാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കൊട്ടവഞ്ചിയിലൊരു സവാരിയാണ് ഉള്ളത്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കൊട്ടവഞ്ചി സവാരി ഉണ്ട്. അതായത് ഡാമിൻ്റെ അകത്തേക്ക് കൊട്ടവഞ്ചിയിൽ പോകുന്നൊരു അതിമനോഹരമായിട്ടുള്ള യാത്ര. ആ യാത്ര എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ അവിടേക്ക് പോയത്. ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വെച്ചാൽ പീച്ച് ഡാമിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോകുന്ന മോട്ടോറുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം വന്ന് നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മോട്ടോറിന്റെ ആ സിസ്റ്റവും പൊങ്ങിപ്പോകും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ലയൺസ് ക്ലബിലത്തെ ഒരു 20 ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരും ഞങ്ങൾക്ക് ആയിട്ടൊന്ന് അടിച്ചു പൊളിച്ചൊക്കെ ഒരു സൺഡേ ആഘോഷിക്കാമല്ലോ വെച്ചിട്ട് ഓടിക്ക് വന്നത്. അപ്പോൾ ആണ് കൊട്ടവഞ്ചിയുടെ കേസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കൊട്ടവഞ്ചി എവിടെ നിന്നാണ് എങ്ങനെയാണ് പോകേണ്ട കേസ് എന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കുറേ തപ്പിയപ്പോഴാണ് അവിടെ ഞാൻ കണ്ടത് കൊട്ടവഞ്ചിയുടെ സ്ഥലം. ഈ കാണുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്തു കൊണ്ടുപോകുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് സിസ്റ്റം. ഇത് ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും വെള്ളം കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സ്ഥലത്താണ് ഈ കൊട്ടവഞ്ചി സവാരി ഒരു ബോർഡ് ഞങ്ങൾ കണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഈ കാട്ടിലൂടെ നടന്നു പോയാലാണ് ഇവിടേക്ക് എത്തുക. ഇവിടെയാണ് ഈ കൊട്ടവഞ്ചി സവാരിയുടെ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട് ഇവിടെ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ GPay മുഖാന്തരം അല്ലെങ്കിൽ ATM കാർഡ് വെച്ച് മാത്രമേ പൈസ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. കൊട്ടവഞ്ചിക്ക് കയറാനുള്ള പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. 4 പേരടങ്ങുന്ന ഒരു കൊട്ടവഞ്ചി സവാരിക്ക് ഏകദേശം 660 രൂപയാണ് വരുന്നത്. അതിൽ 2 ചെറിയ കുട്ടികളെയും കയറ്റാൻ പറ്റും. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എക്സ്ട്രാ 2 പേരെയാണ് കയറ്റിയിട്ടാണ് പോയത്. അതായത് എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ കയറ്റിയിട്ടാണ് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ പോയത്. പീച്ചി ഡാമിൽ വെള്ളം കുറവായ കാരണം കൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങാണ്ട് കേട്ടോ. കല്ലും പാറക്കഷണൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാനായിട്ട്. വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തേക്ക് വീണ്ടും ആഴത്തിൽ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം കൊണ്ട് നമ്മളിത് ഇച്ചിരി വെള്ളമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. നല്ല ആഴുണ്ട് ഇപ്പോഴും. ആദ്യമായിട്ട് ഞാൻ കൊട്ടവഞ്ചിയിൽ കയറിയത് ഹൊഗനക്കൽ വാട്ടർഫോൾസിലാണ്. അത് 2004-05 കാലഘട്ടത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് പോയത് ചിമ്മിനി ഡാമിലാണ്. ചിമ്മിനി ഡാമിലും കൊട്ടവഞ്ചി ഉണ്ട്. അതിന് ശേഷമാണ് ഇപ്പൊ പീച്ചി ഡാമിലത്തെ കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ കയറുന്നത് കേട്ടോ. പിന്നെ ഈ ഡാമിലത്തെ വെള്ളത്തില് കുറെ മത്സ്യസമ്പത്തുണ്ട്, അതുപോലെ നീർനായൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ ആന അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കടുവയ്ക്ക് ഉണ്ടെന്നാണ് ഈ കൊട്ടവഞ്ചിക്കാരൻ പറഞ്ഞത് കേട്ടാ. നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ഉണ്ടാവും വിചാരിക്കുന്നു, കാരണം വെച്ചാൽ കാടല്ലേ. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. തലയൊക്കെ പൊള്ളി ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കാലത്തോ വെയിലറിയ സമയത്തോ ഇവിടെ കയറിയ നന്നായിരിക്കും. ഞങ്ങളൊക്കെ നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് പോയത്. എല്ലാവർക്കും തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് കൊട്ടവഞ്ചി സവാരി ഉണ്ടാവില്ല, അതവര് നിർത്തിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് മഴക്കാരുണ്ടായാലും മഴ പെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല 660 രൂപയാണ് കൊട്ടവഞ്ചി സവാരിക്ക് 4 പേർക്കെന്ന്. ഇത് 20 മിനിറ്റിന്റെ സവാരിയാണ്. ഇതുപോലെ തന്നെ അത് 40 മിനിറ്റിന്റെ ഉണ്ട്. അത് ഇച്ചിരി കൂടെ റേറ്റ് കൂടും. അതായത് നമ്മൾ ഈ ഡാമിന്റെ വശത്തേക്ക് വന്നതിന് പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. പിന്നെ ഇവര് ഈ കൊട്ടവഞ്ചി ഇങ്ങനെ തിരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് തിരിപ്പിച്ച് കഴിഞ്ഞാൽ തല ഇങ്ങനെ കിട്ടുന്ന കറങ്ങും. ഒരു തലവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ വണ്ടിയും ലാസ്റ്റ് തിരിപ്പിച്ചു. അവസാനം ഞങ്ങളുടെ വണ്ടി തിരിപ്പിച്ചോടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയി. അങ്ങനെ കയറി പോവുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.